യാത്ര തുടങ്ങാം. അതിനായിട്ട് ആദ്യം മെട്രോയിൽ കയറണം. മെട്രോയിൽ കയറിയിട്ട് ലക്തഫിയ മെട്രോ സ്റ്റേഷനിലാണ് ഇറങ്ങേണ്ടത്. അവിടുന്ന് അടുത്തതായിട്ട് ട്രാമിൽ കയറിയിട്ട് വേണം പോകാൻ. ട്രാമിൽ കയറിയിട്ട് ടർഫത്ത് സൗത്ത് എന്ന സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് എക്സിറ്റ് 2-ലാണ് ഇറങ്ങേണ്ടത്. വളരെ ക്യൂട്ടായിട്ടുള്ള ട്രാമാണ് അങ്ങോട്ടേക്ക് പോകാനായിട്ട് നമ്മൾ കയറിയത്. അപ്പോൾ ഇതാണ് മോളിൻ്റെ പുറത്തു നിന്നുള്ള ലുക്കാണ് നമ്മൾ ഈ കാണുന്നത്. എന്താണ് ആ പ്രൗഢിയും ഗാംഭീര്യവും എല്ലാം കൂടെ നിറഞ്ഞിട്ടുള്ളൊരു ഫ്രഞ്ച് ആർക്കിടെക്ചറിൻ്റെ അതിമനോഹരമായിട്ടുള്ളൊരു ലുക്കാണ് കാണുന്നത്. ക്ലാസി ആൻഡ് എലിഗൻറ്റ് ലുക്ക്, ഒരു രക്ഷയുമില്ലാത്ത ലുക്കാണ് വെളിയിൽ നിന്നുള്ള വ്യൂ നമുക്ക് കിട്ടുന്നത്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ആൻഡ് ഓൾസോ വെൽക്കമിങ് ഓൾ ഓഫ് യു ടു വെൻഡോം മാൾ വിച്ച് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദോഹ, ഖത്തർ, ലുസൈൽ. നമ്മളിപ്പോൾ നിൽക്കുന്നത് വെൻഡോം മാളിലാണ്. ഖത്താറിലെ ഏറ്റവും ലക്ഷൂറിയസ് ആയിട്ടുള്ള മാളുകളിലൊന്നാണ് വെൻഡോം മാൾ. ഈ ഒരു മാളിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു മാൾ കംപ്ലീറ്റ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ഫ്രഞ്ച് ആർക്കിടെക്ചർ സ്റ്റൈലിലാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരിട്ട് ഖത്താറിൽ നിന്ന് പാരീസിലെത്തിയ ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. മൊത്തവും ഇങ്ങനെ സ്വർണ്ണപ്രഭയാൽ തിളങ്ങി ഒരു കൊട്ടാരത്തിൽ ചെന്ന ഒരു ഫീല് തരുന്ന രീതിയിലുള്ള ഒരു മോളാണിത്. ഏകദേശം 570-ൽ കൂടുതൽ ഔട്ട്ലെറ്റ്സ് ഇവിടെ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഏറ്റവും ടോപ്പസ്റ്റ് ആയിട്ടുള്ള ലക്ഷൂറിയസ് ബ്രാൻഡ്സും അതുപോലെ ആവറേജ് ലെവലിൽ നിൽക്കുന്ന ബ്രാൻഡ്സും എല്ലാം തന്നെ ഇവിടെ അവൈലബിൾ ആയിട്ട് ഉണ്ട്. ഇവിടെ അകത്ത് കയറി കഴിഞ്ഞപ്പോൾ ഇത് മാളാണോ അതോ വല്ല കൊട്ടാരമാണോ നമുക്ക് തോന്നിപ്പോകും. അതുപോലെ ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു മോളാണിത്. അപ്പോൾ നമുക്ക് മോളിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. അടുത്തതായിട്ട് വളരെ ലക്ഷൂറിയസ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു എൻട്രൻസിലേക്കാണ് നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഇത് എൻട്രൻസ് 1 ആണ്. എൻട്രൻസ് 1-ൽ കൂടെയാണ് നമ്മൾ അകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ദിസ് ഈസ് ദ എൻട്രൻസ്. അകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. നോക്കിക്കുക, ആ ഒരു എത്ര ഹൈറ്റിലാണ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കിയേ. വളരെ ഹൈറ്റിൽ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു എൻട്രൻസ് ആണ്. ആളുകൾ കുറവായിരുന്നു കമ്പാരിറ്റീവ്ലി, കാരണം നമ്മൾ ഒരു ഉച്ചയ്ക്ക് ശേഷമാണ് പോയത്. കൂടുതൽ ആൾക്കാരൊക്കെ വരുമ്പോഴത്തേക്കിന് വൈകുന്നേരമാവും. കുറച്ചും കൂടെ സമയം കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇഷ്ടം പോലെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. ഇതൊരു ഹെൽപ്പ് ഡെസ്ക് ഏരിയയാണ്, കസ്റ്റമർ സർവീസ് എന്ന് വേണമെങ്കിലും പറയാം. സോ ഇത് അകത്തു നിന്നുള്ള മറ്റൊരു വ്യൂ ആണ്. ഒരു രക്ഷയുമില്ലാത്ത വ്യൂ ആണ്. എവിടെ നോക്കിയാലും ഗോൾഡൻ ലൈറ്റ്സും അതുപോലെ ഒരു കനാലുണ്ട്. ഇടയ്ക്കൊരു കനാലിൻ്റെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ തന്നെയാണ് ഡാൻസിങ് ഫൗണ്ടനും വളരെ ഫേമസ് ആണ് ഇവിടുത്തെ ഡാൻസിങ് ഫൗണ്ടൻ. ഈവനിങ് ഒരു 7 to 11 PM വരെയാണ് ഡാൻസിങ് ഫൗണ്ടൻ അവിടെ ഓർഗനൈസ് ചെയ്യുന്നത്. വളരെ ലക്ഷൂറിയസ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു കൺസ്ട്രക്ഷനാണ് ഈ ഒരു ഏരിയ മുഴുവൻ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അവിടെ തന്നെ ഒരുപാട് ചെറിയ ചെറിയ ഷോപ്സും എല്ലാം ഉണ്ടായിരുന്നു. ഇഷ്ടംപോലെ ആളുകൾ, അതുപോലെ ഫോറിനേഴ്സൊക്കെ ഇഷ്ടം പോലെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സീലിംഗ് ഒക്കെ കംപ്ലീറ്റ് ഗോൾഡൻ കളറിലാണ് ചെയ്തിരിക്കുന്നത്. മൊത്തം എവിടെ നോക്കിയാലും ഗോൾഡൻ കളറിലുള്ള ഒരു ആംബിയൻസ് ആണ് കാണാൻ സാധിക്കുന്നത്. ഇൻറ്റീരിയർ തന്നെയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാം ഇൻറ്റീരിയർ തന്നെയാണ്. കമ്പാരിറ്റീവ്ലി ഈവനിങ് വരെ ആളുകൾ കുറവായിരുന്നു, പക്ഷേ ഈവനിങ് കഴിഞ്ഞപ്പോൾ നല്ല തിരക്കായിരുന്നു. പിന്നീട് നല്ല രീതിയിൽ എസ്പെഷ്യലി തേഴ്സ്ഡേയും കൂടെ ആയിരുന്നു. അതുകൊണ്ട് തേഴ്സ്ഡേ ഇവിടെ വീക്കെൻഡ് തുടങ്ങിയാണല്ലോ, അതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ ആളുകൾ വരാൻ തുടങ്ങിയിരുന്നു. അറബ്സും മറ്റ് ഫോറിനേഴ്സും എല്ലാം തന്നെ ഇഷ്ടംപോലെ ആളുകൾ വന്ന് തുടങ്ങിയിരുന്നു. അകത്ത് എല്ലാം എവിടെ നോക്കിയാലും നമുക്കൊരു ഗോൾഡൻ കൺസ്ട്രക്ഷനും ഇതിലിപ്പോൾ നിൽക്കുന്നതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് കനാൽ കാണാനായിട്ട് സാധിക്കും. അവിടെ നമുക്ക് ഡ്രൈവ് ചെയ്യാനുള്ള ബോട്ട്സൊക്കെ ഡ്രൈവ് ചെയ്യാനുള്ള സെറ്റപ്പും കാര്യങ്ങളും ഒക്കെ ഇതെല്ലാം തന്നെ ഇന്റീരിയർ ആണ്. ചില റിച്വൽസിന്റെ ചില ഷോപ്സ്, അങ്ങനെ ഒരുപാട് ഷോപ്സ് ഉണ്ട്. ഓപ്പോസിറ്റ് ആയിട്ടുള്ള ലക്ഷൂറിയസ് ബ്രാൻഡ്സും ഉണ്ട്, ഒരു ആവറേജ് ഇതിൽ വരുന്ന ബ്രാൻഡ്സും. ഇത് സീലിങ്ങിൻ്റെ ഒരു വ്യൂ ആണ് ഈ കാണുന്നത്. സീലിംഗ് ഒക്കെ ഒരു രക്ഷയില്ലാത്ത ഡിസൈനാണ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം ഫ്രഞ്ച് ആർക്കിടെക്ചറിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കറക്റ്റ് ഒരു പാരീസിലെത്തിയ ഒരു ഫീലാണ് നമുക്കിവിടെ വന്നാൽ കിട്ടുന്നത്. അതുപോലെ തന്നെ അവിടെ ഒരുപാട് ഷോപ്സ് ഇങ്ങനെ ചെറി ബ്ലോസത്തിൻ്റെ ഫ്ലവേഴ്സൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻറ്റീരിയർ എല്ലാം ഓൾമോസ്റ്റ് ഇങ്ങനെ തന്നെയാണ്. ഇങ്ങനത്തെ ഒരു ഫ്രഞ്ച് ആർക്കിടെക്ചർ രീതി തന്നെയാണ് ഇൻറ്റീരിയർ മുഴുവനും ചെയ്തിരിക്കുന്നത്.
അതുപോലെ വളരെ നല്ല രീതിയിലുള്ള ലൈറ്റ്നിങ് സെറ്റപ്പും ചെയ്തിട്ടുണ്ടായിരുന്നു. എവിടെ ചെന്നാലും ഭയങ്കര വെളിച്ചമായിരുന്നു. ഒരു പ്രത്യേകതരം ഭയങ്കര ഗ്ലോയിങ് എഫക്ട്സ് ഉള്ള ലൈറ്റ്സാണ് എല്ലായിടത്തും അറേഞ്ച് ചെയ്തിരുന്നത്. സാധാ ഒരു ലൈറ്റ്സിൽ നിന്നൊക്കെ ഭയങ്കര ഒരു ഡിഫറൻസ് തോന്നി ആ ഒരു ലൈറ്റ്സിൻ്റെ ഒരു എഫക്റ്റും കാര്യങ്ങളുമൊക്കെ. അതുപോലെ അവിടെ തന്നെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സും ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേ ഏരിയ, റെസ്റ്റോറൻറ്റ്സ് എല്ലാം അവിടെ തന്നെ ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെയാണ് ഈവനിങ് ഒരു 7 to 11 PM ഡാൻസിങ് ഫൗണ്ടൻ അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അത് കാണാനായിട്ടും ഇഷ്ടംപോലെ ആളുകൾ എത്തിയിട്ടുണ്ടായിരുന്നു, എസ്പെഷ്യലി വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ. ഇതെല്ലാം ഒരുപാട് ഷോപ്സാണ്. ഷോപ്സ് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ നല്ല ലക്ഷൂറിയസ് ആയിട്ടുള്ള ബ്രാൻഡഡ് ഷോപ്സും ഉണ്ടായിരുന്നു. അതുപോലെ ഒരു മീഡിയം ആവറേജ് ബ്രാൻഡ് ലെവലിൽ വരുന്ന ഷോപ്സും ഉണ്ടായിരുന്നു. ഈവനിങ് ആയപ്പോഴത്തേക്കിന് ഇഷ്ടംപോലെ അറബ്സ് വരാൻ തുടങ്ങി. ഇഷ്ടംപോലെ അറബ്സും അതുപോലെ ഫോറിനേഴ്സും എല്ലാം ഒരു ഈവനിങ് ആയപ്പോഴത്തേക്കിന് ഭയങ്കര തിരക്കായിരുന്നു. എനിവേ നേരത്തെ പോയത് നന്നായി. അതുപോലെ ടോമിയുടെ ഷോപ്സ്, ദെൻ സാറയുടെ ഷോപ്സ്, ഇതെല്ലാം ഉണ്ടായിരുന്നു. അത് കാണുമ്പോഴാണ് ഒരു ഫിലിമിലെ ലാലു അലക്സിൻ്റെ ഡയലോഗ് ഓർമ്മ വരുന്നത്. നമ്മളുടെ കല്യാണി പറയുന്നുണ്ടല്ലോ, ഇത് ടോമിയുടെ പാൻറ്റും സാറയുടെ ടോപ്പും ആണെന്ന് പറയുമ്പോൾ ലാലു അലക്സ് പറയുമല്ലോ, നിനക്ക് വല്ലവൻ്റെയും തുണിയല്ലാതെ സ്വന്തമായിട്ട് തുണിയൊന്നും ഇല്ലേ എന്ന് ചോദിക്കുന്ന ഒരു സീനാണ് ഈ സാറയുടെയും ടോമിയുടെയും ഒക്കെ ഷോപ്പ് കാണുമ്പോൾ ഓർമ്മ വരുന്നത്. കൊട്ടാരത്തിൻ്റെ സ്റ്റൈൽ ഓഫ് കൺസ്ട്രക്ഷനാണ്, ഒരു ഫ്രഞ്ച് കൊട്ടാരത്തിൻ്റെ കൈൻഡ് ഓഫ് കൺസ്ട്രക്ഷനാണ് ഇൻറ്റീരിയർ മൊത്തം ചെയ്തിരിക്കുന്നത്. സീലിംഗ് ഒക്കെ ഇങ്ങനെ പലതരത്തിലുള്ള റിഫ്ലക്ഷൻ സെറ്റപ്സും അതുപോലെ ലൈറ്റ്സും ഒക്കെ വെച്ചിട്ട് വളരെ മനോഹരമായിട്ട് ഒരു ഹൈ ലെവൽ ഇതിൽ ചെയ്തിരിക്കുകയാണ്. അതുപോലെ ജാപ്പനീസ് ചെറി ബ്ലോസത്തിൻ്റെ പല പ്ലാന്റ്സും ഇങ്ങനെ ആർട്ടിഫിഷ്യൽ ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് സാറയുടെ ഒരു പരസ്യം ആണ് ചെയ്തിരിക്കുന്നത്.
പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്ക്ഗ്രൗണ്ടിൽ നല്ല മ്യൂസിക്കും ഒക്കെ ഇട്ട് പല കളേഴ്സിലുള്ള ഫൗണ്ടൻ ഷോ ഇങ്ങനെ എവരി 10 to 15 മിനിറ്റ്സ് ഉണ്ടായിരുന്നു. അതെല്ലാ ദിവസവും ഉണ്ട് അവിടെ 7 മണി തൊട്ട് 11 മണി വരെ എല്ലാ ദിവസവും ഇങ്ങനത്തെ ഒരു ഈവനിങ് ഷോ ഉണ്ട്. അത് കാണാനായിട്ടും കൂടെയാണെന്ന് തോന്നുന്നു ഇത്രയും ക്രൗഡ് അവിടെ വന്നുകൊണ്ടിരുന്നത്. സോ അതിൻ്റെ ചുറ്റിനും ഇങ്ങനത്തെ തന്നെ ഫ്രഞ്ച് ആർക്കിടെക്ചറിൽ ചെയ്തിരിക്കുന്ന നല്ല ഭംഗിയുള്ള ബിൽഡിങ്സ് ആണ്. ഇതെല്ലാം അവിടെ തന്നെയുള്ള ചില ഷോപ്സിൻ്റെ ഔട്ട്ലെറ്റ്സ് ആണ്. ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നതാണ് കനാലും ഫൗണ്ടനും എല്ലാം ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നിടത്താണ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് ആളുകൾ അവിടെ വന്നിട്ട് ഷൂട്ട് ചെയ്യുകയും എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ഒരു നല്ലൊരു വ്യൂ പോയിൻ്റാണ്. നല്ല രീതിയിൽ ഷൂട്ടിങ്ങൊക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു മെയിൻ വ്യൂ പോയിൻ്റാണിത്. അവിടെ തന്നെ നിന്നുകൊണ്ടായിരുന്നു ഒരുപാട് ആളുകൾ ഷൂട്ട് ചെയ്യുകയും എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ദോഹയിലുള്ളവരെല്ലാം തീർച്ചയായിട്ടും ഇവിടെ വരേണ്ട ഒരു ലൊക്കേഷൻ തന്നെയാണ്. സോ അഗെയിൻ ദീസ് ആർ സം അതർ ഷോപ്സ്. ദ നോർത്ത് ഫേസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പാണ് അവിടെ കാണാനായിട്ട് സാധിച്ചത്. ഷോപ്സ് എന്ന് പറഞ്ഞാൽ ചില ഏരിയയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് എങ്ങോട്ട് പോകണമെന്ന് തന്നെ അറിയാതെ നമ്മളിങ്ങനെ നടക്കും. കാരണം അതുപോലെ ഭയങ്കര ഏരിയയിൽ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ഒരു മോളാണിത്. ഇതിപ്പോൾ ഓൾമോസ്റ്റ് ഈവനിങ് ആയപ്പോഴത്തേക്കിന് ഇഷ്ടം പോലെ ആളുകൾ വരാൻ തുടങ്ങി. അപ്പോൾ നേരത്തെ വന്നത് കാര്യമായി എന്ന് വിചാരിച്ചു. കാരണം നേരത്തെ വന്നതുകൊണ്ട് നമുക്ക് വലിയ തിരക്കൊന്നുമില്ലാതെ നമ്മളുടെ ഷൂട്ടിംഗ് ഏറെക്കുറെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് നൈറ്റിലെ നമ്മളുടെ മോളിൻ്റെ വേറൊരു ലുക്ക്. വളരെ ക്ലാസി ആൻഡ് എലഗൻ്റ് ആയിട്ടുള്ള വേറൊരു നല്ല ഭംഗിയുള്ള വേറൊരു ലുക്കാണ് നൈറ്റിൽ. രാവിലെ വേറൊരു ഭംഗിയായിരുന്നു, ഇപ്പോൾ നൈറ്റിലായപ്പോൾ വേറൊരു ഭംഗിയാണ് വെളിയിൽ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ രണ്ടും കൂടെ ഷൂട്ട് ചെയ്യാൻ തന്നെ പ്ലാൻ ചെയ്തിട്ടാണ് പോയത്. അതാകുമ്പോൾ കാണുന്നവർക്ക് കുറച്ചും കൂടെ ഒരു മിക്സഡ് വൈബ് കിട്ടുമല്ലോ. അതിനായിട്ട് രാവിലത്തേതും രാത്രിയിലത്തേതും കൂടെ ഷൂട്ട് ചെയ്യാം എന്ന് തന്നെയാണ് പ്ലാൻ ചെയ്ത് പോയത്. ഇതവിടെ തന്നെ കുറേ ചെടികളൊക്കെ ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് നല്ല ഭംഗിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു.